ഞാനും നിങ്ങളും അനുഗ്രഹീതരാകുവാൻ, ഞാനും നിങ്ങളും സമ്പന്നരാകുവാൻ, ആത്മീക വിഷയമായി സമ്പന്നരാകുവാൻ, ഭൗതിക വിഷയമായി അനുഗ്രഹീതരാകുവാൻ, പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ, ശാപത്തിൻ്റെ നുഖങ്ങൾ തകർന്നു മാറുവാൻ, ദൈവാനുഗ്രഹങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടായി എൻ്റെയും നിങ്ങളുടെയും ആത്മാവിന് നിത്യരക്ഷ ലഭിക്കുവാൻ ദേവസുതൻ പശുശാലയിൽ നരനായി ജനിച്ചു, മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്നു. ആദാമ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി, മനുഷ്യകുലത്തിൻ്റെ പാപവിമോചനത്തിനായി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പൗലോസ് പറയുന്ന ഒരു സത്യമുണ്ട്. മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന നമ്മെ ക്രിസ്തു രക്ഷിച്ചു, സ്വാതന്ത്ര്യപ്പെടുത്തി, വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ദേവസുതൻ പശുശാലയിൽ കടന്നു വന്നത് അവൻ ദരിദ്രനായത് കൊണ്ടല്ല, അവൻ ദൈവമല്ലാത്തത് കൊണ്ടല്ല, അവന് ജനിക്കുവാൻ സ്വർഗീയ ഇടങ്ങളില്ലാത്തത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും വിമോചനത്തിനും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായിട്ടാണ് നമുക്ക് വേണ്ടി ജനിച്ചു. ഭുവനമൊന്നാകെ ചമച്ചവന് ഈ ഭൂമിയിൽ പിറക്കുവാൻ ഒരു ഭവനമില്ലാതെയായിപ്പോയി. മറ്റൊന്നും കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആ സ്വർഗീയ ഭവനത്തിന് അവകാശികളായി തീരുവാൻ, ഓഹരിക്കാരായി തീരുവാൻ അവൻ ഭവനരഹിതനായി ഈ ഭൂമിയിൽ ജീവിച്ചു. കർത്താവ് എന്തെല്ലാം അനുഭവിച്ചോ അതെല്ലാം നമ്മളുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായിരുന്നു. യേശു തിരസ്കരിക്കപ്പെട്ടത് നാം സ്വീകരിക്കപ്പെടുവാനായിരുന്നു. യേശു അടികളേറ്റത് നാം സൗഖ്യമാകുവാനായിരുന്നു. യേശു അപമാനിക്കപ്പെട്ടത് നാം മാനിക്കപ്പെടുവാനായിരുന്നു. യേശു ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഭവനമില്ലാത്തവനായി മാറിയത് എനിക്കും നിങ്ങൾക്കും ഒരു സ്വർഗീയ ഭവനം ഉണ്ടാകുവാൻ വേണ്ടിയായിരുന്നു.